നിലവിൽ ഈ കേന്ദ്ര ഫണ്ട് അടക്കം ഇതുകൊണ്ട് ലഭ്യമാകുകയില്ലെന്നാണ് വിമർശനം. അതായത് പ്രതിപക്ഷത്തിന് അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണും? അല്ല, ഇതേവരെ കേന്ദ്രം കേരളത്തിന് നൽകേണ്ടുന്ന ഏതാണ്ട് 2 ലക്ഷം കോടി ഉറുപ്പിക തന്നില്ല. അന്നേരമൊന്നും യാതൊരു പ്രയാസവും വി.ഡി. സതീശനും പ്രതിപക്ഷത്തിനും ഉണ്ടായിട്ടില്ല. ഇപ്പോഴ് കേരളം നൽകിയ ഏറ്റവും വലിയ ലോക ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പരിപാടിയുടെ പൂർത്തീകരണത്തിൽ അവർക്ക് വല്ലാതെ വെപ്രാളാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പൂർണ്ണമായിട്ട് നിഷേധാത്മകമായ രീതിയിൽ കാണുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് നടക്കുന്ന ഇവരെല്ലാം. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നല്ല പോസിറ്റീവായി കേരളം ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഇന്ന് രാത്രിയാവുമ്പോഴേക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. അത് ലോകം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ചിത്രമായിരിക്കും. അത് പ്രതിപക്ഷം ബഹിഷ്കരിച്ചോ പ്രതിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല, കേരളത്തിലെ ജനങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ, ഒരു 1000, 2000, 10,000 ഒന്നുമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഉൾപ്പെടെ എല്ലാ വാർഡുകളിലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനവും അതുപോലെ തന്നെ യോഗവും അതുപോലെ പായസവും അതുപോലെ നിരവധിയായ മധുരപലഹാരങ്ങളൊക്കെ നൽകി ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് വി.ഡി. സതീശനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോ പറയുന്നതല്ല കേരളത്തിലെ കൃത്യമായിട്ട് ജനങ്ങൾ അടയാളപ്പെടുത്താൻ പോകുന്ന കാര്യം. ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഈ പ്രവർത്തനം ജനങ്ങളുടെ അകമ്പടിയോടുകൂടി, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അകമ്പടിയോടുകൂടിയാണ് അത് പൂർത്തിയാക്കാൻ പോകുന്നത്. അതാണ് എന്താണെങ്കിൽ ഇതിനോടുള്ള പ്രതിപക്ഷത്തിനോടുള്ള നേതാക്കളുടെ വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.